RSSന് കർണാടകയിൽ പ്രവർത്തിക്കാൻ കഴിയില്ലേ? എന്താ അങ്ങനെ? അല്ല, പ്രവർത്തിക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് അവിടുത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. RSSന് രജിസ്ട്രേഷൻ ഇല്ലാതെ പോലും. RSSന്റെ രജിസ്ട്രേഷൻ ഇല്ല. ഇന്നലെ വൈകുന്നേരം നമ്മുടെ മുക്കാൽ മീഡിയ കാണുകയായിരുന്നു. ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് രാമൻ പിന്നെ അജിംസും കൂടെ ആയിരുന്നു. വലിയ ചർച്ചയാണ്, കൂലങ്കഷമായ ചർച്ച. ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെ ഇപ്പോൾ RSSനെ അങ്ങോട്ട് ഞൊട്ടം. കാരണം രജിസ്ട്രേഷൻ വേണം, രേഖകളെല്ലാം ചന്ദ്രിക പത്രത്തിൻ്റെ കാണുന്ന രേഖകളെല്ലാം ഇങ്ങോട്ട് വെക്കൂ, എന്നിട്ട് നോക്കാം. ഇവൻ്റെ അച്ഛനുണ്ടല്ലോ, എണീറ്റ് നിൽക്കണമെങ്കിൽ ഒന്ന് എണീക്കുന്നിടത്ത് എണീക്കണമെങ്കിൽ ക്രൈൻ വെച്ച് പൊക്കണം എന്നുള്ള ഒരു പാർട്ടി, കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും അടുക്കളക്കാരൻ. ഇയാൾ വിചാരിച്ചാൽ പറ്റില്ല. 100 വർഷമായി RSS ഇവിടെ പ്രവർത്തിക്കുന്നു. 3 തവണ സംഘത്തെ നിരോധിച്ചിട്ടുണ്ട്. സംഘത്തിന് എന്ത് പറ്റി? കഴിഞ്ഞ 100 വർഷത്തിനിടയ്ക്ക് ബ്രിട്ടീഷുകാരുൾപ്പെടെയുള്ള ആളുകൾ വിചാരിച്ചിട്ട് തൊടാൻ പറ്റാത്ത സംഘടനയാണ് RSS. RSSന് രജിസ്ട്രേഷൻ ഇല്ലെന്നേ. അതെ, രജിസ്ട്രേഷൻ വേണമെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 19(1)(c) അനുസരിച്ച് ഏതൊരാളുകൾക്കും ഒന്നിച്ച് ചേർന്ന് അവരുടെ ഒരു കൂട്ടമുണ്ടാക്കാം. ഈ കൂട്ടം രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്ത്യയിലെ ഒരു നിയമവും പറയുന്നില്ല. RSS അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഈ അടുപ്പുകൂട്ടി ചർച്ച നടക്കുന്ന ഈ മൗദൂദി ചാനലുണ്ടല്ലോ, മീഡിയ വൺ, മുക്കാൽ മീഡിയ എന്ന് വിളിക്കുന്ന വാർത്ത, മുക്കാൽ ഭാഗവും കള്ളം പറയുന്ന ഒരു വാർത്തയുടെ മുക്കാൽ ഭാഗവും കള്ളമായിരിക്കും. അതുകൊണ്ടാണ് മുക്കാൽ മീഡിയ എന്ന് ഞാൻ പറയുന്നത്. ശ്രീത് പണിക്കർക്ക് കോപ്പിറൈറ്റ്. ആ ചാനൽ ജമായത്തെ ഇസ്ലാമിയുടെയാണ്. ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇന്ത്യ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ജമായത്തെ ഇസ്ലാമിയുടെ ചാനലിൽ ഇരുന്നിട്ട് ഇവന്മാർ ചർച്ച ചെയ്യുകയാണ്. RSS രജിസ്റ്റർ ചെയ്യാത്ത സംഘടനയാണ്, അത് ഡീപ് സ്റ്റേറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. RSSൻ്റെ പരിപാടികൾ നിങ്ങൾ നോക്കിയാൽ അതിനൊരു രഹസ്യാത്മകതയുണ്ട്. നിങ്ങൾക്ക് തോന്നും RSSൻ്റെ പരിപാടികൾക്ക് രഹസ്യാത്മകതയുണ്ടെന്ന്. കാരണം RSS കേരളത്തിലല്ല, ഇന്ത്യയിൽ 10,000-കണക്കിന് സ്കൂളുകൾ നടത്തുന്നുണ്ട്. ഈ സ്കൂളെല്ലാം രഹസ്യമാണ്. RSS സേവന രംഗത്തുണ്ട്. RSSൻ്റെ പരിവാര സംഘടന സേവാഭാരതി ഉൾപ്പെടെയുള്ള സേവന രംഗത്തുണ്ട്, വിദ്യാഭ്യാസ രംഗത്തുണ്ട്, ആതുര ശുശ്രൂഷ രംഗത്തുണ്ട്, വലിയ ആശുപത്രികൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ രഹസ്യമാണ്, ആർക്കും കാണാൻ പറ്റില്ല. RSSൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യാത്മകമായി നടക്കുന്ന പ്രവർത്തനമെന്നാണ് ഈ മൗദൂദി ചാനലിലെ കൂലിപ്പണിക്കാർ പറയുന്നത്. മനസ്സിലായില്ലേ? അവൻ്റെ സംഘടനയ്ക്കില്ല രജിസ്ട്രേഷൻ. ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, ഇവിടെ തബ്ലീഗ് ജമാഅത്ത് ഉണ്ട്. കോവിഡ് കാലത്ത് കോവിഡ് വരുത്താൻ വേണ്ടി വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കിയവന്മാർ. പരമാവധി സ്ഥലത്തേക്ക് കോവിഡ് പരമാവധി രാജ്യത്ത് വ്യാപിച്ച് പരമാവധി കാഫറുകളെ കൊല്ലണം എന്ന് കരുതി കോവിഡ് ബാധിതരെ സമൂഹത്തിലേക്ക് അഴിച്ചുവിട്ടവരാണ് ഈ തബ്ലീഗ് ജമായത്ത്. അവന്മാർക്ക് രജിസ്ട്രേഷൻ ഇല്ല. ഇനി ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദ് എന്ന് പറഞ്ഞൊരു മുസ്ലിം സംഘടനയാണ്, രജിസ്ട്രേഷൻ ഇല്ല. RSSന് മാത്രമല്ലതേ, നിയമവിരുദ്ധ അല്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്യാതെ, ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യാതെ ഒരു സംഘടന പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമല്ല. കാരണം ആളുകളുടെ കൂട്ടമാണ്. നമുക്ക് 5-10 പേർക്ക് ഒരുമിച്ചിരിക്കാം, ഒരു പൊതുകാര്യത്തിന് വേണ്ടി കൂട്ടായി ആലോചിക്കാം. നിങ്ങൾക്ക് സംഭാവനകൾ വാങ്ങണ്ട, പുറത്തുനിന്ന് പിരിവുകയാണെങ്കിൽ ചില IT ആക്ട് പ്രകാരം ആദായ നികുതി വകുപ്പിൻ്റെയൊക്കെ പരിധിയിൽ വിടുന്നതാണ് ചിലപ്പോൾ രജിസ്ട്രേഷൻ വേണ്ടി വരും. സംഘത്തിന് അങ്ങനെയല്ല. സംഘത്തെ സംബന്ധിച്ച് പ്രിയൻ RSSുമായി ബന്ധപ്പെട്ട് സംഘത്തിൻ്റെ സ്വയം സേവകനാണ്. RSSന് എവിടെയാണ് നാട്ടിൻപുറത്തൊക്കെ ഓഫീസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. RSSന് ഓഫീസ് കാണത്തില്ല. ഒരു ജില്ലാ കാര്യാലയം ചിലപ്പോൾ കാണുമായിരിക്കും, അല്ലേ? അല്ലാതെ നാട്ടിൻപുറത്ത് RSSൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ്, ശാഖാ കമ്മിറ്റി ഓഫീസ് കണ്ടിട്ടുണ്ടോ അവിടെ? RSSൻ്റെ കേരളത്തിലെ പ്രാന്ത പ്രചാരകനെ ആർക്കറിയാം? ആർക്കും അറിയത്തില്ല. എന്താ വെച്ചാൽ അദ്ദേഹം ഒളിവിലാണ് താമസിക്കുന്നത്. അല്ല, അദ്ദേഹം വളരെ കൂളായിട്ട് ഓട്ടോറിക്ഷയിൽ കയറിയും ബസ്സിലിരുന്ന് RSSൻ്റെ കേരളത്തിലെ പ്രാന്ത പ്രചാരകൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ RSSൻ്റെ തലവനാണ്. അദ്ദേഹം പ്രൈവറ്റ് ബസ്സിലും KSRTC ബസ്സിലും ഒക്കെ ആ സീറ്റിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് യാത്ര ചെയ്യുന്നുണ്ടാവും. അദ്ദേഹം എപ്പോഴെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തി കണ്ടിട്ടുണ്ടോ? RSSൻ്റെ ഒരു ലെറ്റർ ഹെഡ് കണ്ടിട്ടുണ്ടോ? ഇല്ലെന്നേ. RSS അങ്ങനെ കട തുറന്ന് ഓഫീസ് തുറന്ന് പത്രസമ്മേളനം നടത്തി ഇടപെടുന്നൊരു സംഘടനയല്ല. RSSൻ്റെ പേരിൽ ഒരു പിരിവിന് കേരളത്തിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇല്ല. RSS ആരുടെ പിരിവില്ല. ഇതാണ് RSS ഉള്ള ഒരേ ഒരു സാമ്പത്തിക ഇടപാട് പറയാം, അതിലേക്ക് വരാം നമുക്ക്. അപ്പം RSSന് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സ്കൂൾ നടത്തുന്നത്? അത് RSSുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിവാര സംഘടനകളുണ്ട്. അവരൊക്കെ നിയമപ്രകാരമായി രജിസ്റ്റർ ചെയ്ത് ആദായ നികുതിയാണ് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുത്ത് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. സംഘം അങ്ങനെയാണ്. സംഘത്തിന് ഇതൊന്നും വേണ്ട. സംഘം നാടിൻ്റെ മുക്കിലും മൂലയിലും ഓഫീസ് തുറന്ന്
നിങ്ങളുടെ അപേക്ഷകൾ സ്വീകരിച്ച് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. RSS ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് പ്രവേശന ഫീസായിട്ട് 500 രൂപ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. RSS അങ്ങനെയൊന്നുമില്ല. സംഘം സർവ്വവ്യാപിയായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതിനെയാണ് ഇയാൾ രജിസ്ട്രേഷൻ രേഖകൾ വെക്കട എന്ന് പറഞ്ഞപ്പോൾ അത് കേരളത്തിലെ സുഡാപ്പി മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. ഇപ്പോൾ RSS ഒന്ന് പൂട്ടും. ഇയാൾ വേറെ ഏതോ മന്ത്രിയായിരുന്നപ്പോൾ സിദ്ധരാമയ്യയുടെ കൂടെ ഇരുന്നപ്പോൾ RSS അങ്ങ് നിരോധിച്ചു. എന്ത് പറ്റി? RSS അവിടെ പദസഞ്ചലനം നടത്തി പതിവ് പോലെ. സ്റ്റാലിൻ വന്നിട്ട് തമിഴ്നാട്ടിൽ നിരോധിക്കുന്നു പറഞ്ഞിട്ട് എന്നിട്ടോ ആ നിരോധനം നീക്കിയ RSS റൂട്ട് മാർച്ച് അവിടെ നടന്നു. കാരണം ഇന്ത്യയിലെ മുഴുവൻ കോടതികൾക്കും മുഴുവൻ സംവിധാനങ്ങൾക്കും മുഴുവൻ സർക്കാരുകൾക്കും RSS എന്താണെന്നറിയാം. കോൺഗ്രസ് എത്ര കാലം, ഈ 100 വർഷത്തിനുള്ളിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചു, കോൺഗ്രസ് ഭരിച്ചു. RSS നിരോധിച്ചിട്ടില്ലല്ലോ, RSSനോട് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ RSS വരുമാനം അറിയണം. RSS വരുമാനം ഒന്നും ഇല്ലെന്നേ. RSS ഗുരുസ്ഥാനത്ത് കാണുന്ന ഭഗവയാണ് അല്ലേ? ഭഗവായുടെ മുന്നിൽ ഗുരുപൂർണിമ ദിവസം RSS പ്രവർത്തകർ ഒരു ഗുരുദക്ഷിണ കൊടുക്കും. അതാണ് RSS ഏക വരുമാന മാർഗം. അതല്ലേ പ്രിയം പറയാൻ പറഞ്ഞത്. അത് ഒരു കവറിനകത്തോ ഒക്കെ ആയിട്ട് ഒരു തുക വെക്കും. എത്രയാന്ന് പോലും നോക്കാറില്ല. അങ്ങനെ ആരെത്ര വെച്ചെന്ന് അറിയില്ല. അങ്ങനെ വെക്കുന്ന ഒരു തുകയാണ് ഒരു വർഷം സംഘം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ്. അതേക്കുറിച്ച് മുൻപൊരിക്കൽ മോഹൻജി ഭഗവത് പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ഗുരുദക്ഷിണയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുറേ മാസമൊക്കെ കുശാലായിരിക്കും. പിന്നെ ഇത് തീർന്നു പോകും. അവസാനമാകുമ്പോൾ 5 പൈസ ഉണ്ടാവത്തില്ല. 5 പൈസ ഉണ്ടാവത്തില്ല. സംഘത്തിൻ്റെ പൈസ. പിന്നെ സംഘപ്രവർത്തകർക്ക് കാശൊന്നും വേണ്ടല്ലോ. ഒരു സഞ്ചിയും തൂക്കി പണ്ട് മുരളിയേട്ടനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പോകുമ്പോൾ ഒരു സഞ്ചി, അതിനകത്തൊരു ടോർച്ച്, ഒരു ഏത്തപ്പഴം, ഒരു ജോഡി ഡ്രസ്സ്, ഒരു ജോഡിയില്ല, ഒരു ഇട്ടിരിക്കുന്നതിന് പുറമെ ഒരു ഷർട്ട് കൂടെ. എന്നിട്ട് പോയി കാര്യാലയത്തിൽ പോയി താമസിച്ച് അത് അലക്കി ഉണക്കി പിറ്റേ ദിവസം പോകും. ഇങ്ങനെയാണ് അന്നും ഇന്നും. കട്ടൻ ചായയും പരിപ്പൂടെയൊക്കെ പണ്ടായിരുന്നു. ഇപ്പോഴും അത് കഴിക്കണമെന്ന് ചോദിക്കുന്ന സഖാക്കളെ പോലെയല്ല സംഘം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനെ രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണെന്ന് ഖാർഗെക്ക് അറിയാം. പക്ഷേ വേറെ കാര്യമുണ്ടോ, എനിക്ക് മുക്കാൽ മീഡിയയോട് ബഹുമാനം തോന്നി. അവസാനം അജിംസ് പറയുന്നുണ്ട്, ഈ പ്രിയങ്കാർഗെ ഇങ്ങനെയൊക്കെ പറയും, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അങ്ങനെ കർണാടകയിൽ മാത്രമായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും RSS അനുസരിക്കാൻ പോകുന്നില്ല. അങ്ങനെ കർണാടകയിൽ മാത്രമായി രജിസ്ട്രേഷൻ ഇല്ലാത്തത് കൊണ്ട് ആ സംഘത്തെ നിരോധിക്കാനൊന്നും പറ്റില്ല. ഒരു സംഘടനയെ നിരോധിക്കണമെങ്കിൽ കൃത്യമായ കാരണങ്ങൾ വേണം. അപ്പോൾ രജിസ്ട്രേഷൻ നിർബന്ധമാക്കണം എന്ന് പറയണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ആദ്യം രജിസ്ട്രേഷൻ വേണം. അത് മുക്കാൽ മീഡിയയിലെ അജിംസും പ്രമോദ് രാമനും കൂടി ഇരുന്നിട്ട് ആദ്യം അത് ചർച്ച ചെയ്യണം. നിങ്ങളുടെ ചാനൽ മുതലാളിയായ സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ? ഇല്ലെന്നേ. അത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം അങ്ങനെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് രജിസ്റ്റർ ചെയ്യണമെന്നൊരു നിയമവുമില്ല. ഇനി പ്രിയങ്കാർഗെ പറഞ്ഞ RSS ഒരുപാട് പണം വരുന്നുണ്ട്. ഈ ഗുരുദക്ഷിണയായിട്ട് എത്ര രൂപ വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പ്രിയനും അറിയത്തില്ലല്ലോ. പൈസ വരുന്നുണ്ട്, ചിലപ്പോൾ വലിയ തുകയായിരിക്കാം. പക്ഷേ അതിൻ്റെ കണക്ക് വേണം. ഇത് ഒരുപാട് തവണ 94 പാറ്റ്ന ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി എന്ന് പറയും. അതായത് ഒരേ സ്വഭാവമുള്ള ആളുകൾ ഒന്നിച്ചു ചേരുന്നു. എന്നിട്ട് നമ്മളൊരു 10 പേർ ഒരുമിച്ചിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഓരോ 500 രൂപ വെച്ച് വെക്കും നമ്മുടെ 10 പേരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ 10 പേരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളത് വിനിയോഗിക്കുന്നു. അതിന് ടാക്സ് അടയ്ക്കണ്ട. സംഘം അങ്ങനെയാണ്. ഓരോ പ്രദേശത്തും ഓരോ ശാഖകളിലുമുള്ള ആളുകൾ ഒരേ സമാന ചിന്താഗതിക്കാരായ ആളുകൾ ഒന്നിച്ചു ചേരുന്നു. അവർ ഗുരുദക്ഷിണ വെക്കുന്നു. ആ പൈസ ഉപയോഗിക്കുന്നതിനാണ് അവരുടെ ആവശ്യങ്ങൾക്കാണ്. ആ കൂട്ടായ്മയുടെ ആവശ്യത്തിനാണ്. സംഘം എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നത് കൊണ്ട് ഈ പൈസയ്ക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്ന് ഇന്ത്യയിലെ ആദായ നികുതി വകുപ്പിലെ നിയമമാണ്. ഇത് ചാലഞ്ച് ചെയ്ത് പോയിട്ടുള്ള കേസിൽ പാറ്റ്ന ഹൈക്കോടതി ഉൾപ്പെടെ അത് ശരിവെച്ചിട്ടുണ്ട്. അത് നിയമം അങ്ങനെയാണ്. കാരണം അവർ പൈസ എടുത്തിട്ട് വേറൊന്നും ചെയ്തില്ല, അവരുടെ കാര്യങ്ങളാണ് നോക്കുന്നത്. അല്ലാതെ അവർ റിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല, വലിയ മണിമാണികൾ കെട്ടാൻ പോകുന്നില്ല, വിദേശത്തേക്ക് അയക്കുന്നില്ല. RSS ഓഫീസില്ലേ എന്ന് ചോദിക്കും. RSS ഓഫീസൊക്കെ ഇരിക്കുന്നത് RSS പേരിലൊന്നുമല്ല, ഓരോ ട്രസ്റ്റുകളുടെ പേരിലാണല്ലേ. സംഘത്തിന് പണമില്ല, സംഘത്തിന് ഭൂസ്വത്തില്ല. സംഘത്തിൻ്റെ പരിവാർ കുടുംബത്തിൽപ്പെട്ട സംഘടനകൾ അവരുണ്ടാക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റുകളൊക്കെയാണുള്ളത്. അപ്പോൾ സംഘത്തെ ഇങ്ങനെ അങ്ങ് പൂട്ടിക്കളയാം എന്നൊക്കെ പ്രിയങ്കാർഗെ പറഞ്ഞെങ്കിൽ അതിനുള്ള മറുപടി ഇന്നലെ മുക്കാൽ മീഡിയ പറഞ്ഞിട്ടുണ്ട്. മുക്കാൽ മീഡിയയിൽ ഈ അജിംസ്, കാരണം ഈ ഒരു പറഞ്ഞങ്ങ് വിഷമം തീർക്കുകയാണേ. കാരണം സംഘത്തിന് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. പ്രിയങ്കാർഗെ ഇങ്ങനെ പറഞ്ഞപ്പോൾ സത്യത്തിൽ അവർ പോസിറ്റീവായിട്ടാണ് ചെയ്തെന്നിരിക്കുന്നത്. കാരണം ഇതൊക്കെ ഇയാളുടെ പ്രസ്താവന കേൾക്കുമ്പോൾ ഈ സുഡാപ്പികളെല്ലാം കൂടെ ആവേശം കൊള്ളും.
പക്ഷേ അയാൾ പറയുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടൊന്നും കാര്യമില്ല, ഇതിനെ തൊടാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ? പ്രിയങ്ക ഖാർഗെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. കർണാടകയിൽ ഏറ്റവും ഡിമാൻഡ് കുറഞ്ഞ മന്ത്രിസ്ഥാനമാണ് ആഭ്യന്തരം. കേരളത്തിലൊക്കെ ആഭ്യന്തരമന്ത്രി എന്നൊക്കെ പറഞ്ഞൊരു ഗ്ലാമറാണ്. കർണാടകയിൽ പുല്ല് വിലയാണ് ആഭ്യന്തരമന്ത്രിക്ക്. പരമേശ്വരി ആയിരുന്നു നേരത്തെ ആഭ്യന്തരമന്ത്രി. ഇപ്പോൾ പ്രിയങ്ക ഖാർഗെ ആഭ്യന്തരമന്ത്രിയായതിനെക്കുറിച്ച് അജിം സിന്ദൽ പറഞ്ഞതെന്നറിയോ? അവിടെ ഏറ്റവും കൂടുതൽ റവന്യൂ, കാരണം ഭൂമി, കർണാടകയിലെ ബാംഗ്ലൂരിലൊക്കെ ഭൂമി, പിന്നെ ജലസേചനം തുടങ്ങിയ വകുപ്പുകൾക്കാണ് ഡിമാൻഡ്. ആഭ്യന്തരം ഏറ്റവും ജൂനിയർ മോസ്റ്റ് മന്ത്രിമാരെ ഏൽപ്പിക്കുന്നൊരു വകുപ്പാണ്. അതുകൊണ്ട് ഇയാൾ ഇവിടെ വന്നപ്പോൾ, ഞാനിവിടെ വന്നിട്ടുണ്ട്, എൻ്റെ പേരെല്ലാ പത്രങ്ങളിലും നാഷണൽ മീഡിയ, അല്ലെങ്കിൽ ഇയാളെ ഈ കിഴങ്ങനെ കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമോ? അപ്പോൾ ഇന്ത്യ മുഴുവൻ ഒന്ന് ചർച്ചയായിക്കോട്ടെ, ഞാനൊരു വലിയ പുള്ളിയാണെന്ന് സ്വയം അങ്ങ് തോന്നിക്കോട്ടെ എന്ന് ഭാവിച്ച് ഇയാൾ പറയുന്നതാണ്. എല്ലാവരും നടക്കുന്ന പോലെ ഒരാൾ നടന്നു പോയാൽ ആരും ശ്രദ്ധിക്കില്ല. എന്നാൽ അയാൾ തുണി ഉഴിഞ്ഞ് തലയെ കെട്ടിക്കൊണ്ട് പോയാലോ എല്ലാവരും നോക്കി ഏതാടാ ഈ മറയുള്ള പോകുന്നു നോക്കും. അങ്ങനെ ഒരു ശ്രമമാണ് പ്രിയങ്ക ഖാർഗെ നടത്തിയത്. അല്ലാതെ ഞാനിവിടെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നു, ഞാനിവിടെ ഉണ്ടേ, ഞാനും മന്ത്രിയാണേ എന്നറിയിക്കാൻ വേണ്ടി പ്രിയങ്ക ഖാർഗെ നടത്തിയിട്ടുള്ള ഒരു ശ്രമമാണ് എന്ന് പറഞ്ഞിട്ടാണ് മൗദൂദി ചാനലിൻ്റെ ചർച്ച ഇന്നലെ അവസാനിച്ചത്. അപ്പോൾ മൗദൂദി ചാനലിലും മനസ്സിലായി RSS എന്ന് പറയുന്ന ഈ വലിയ ദുർഗത്തെ ഒന്ന് പോറലുണ്ടാക്കാൻ പോലും കഴിയാത്ത വിധം അജയ്യമാണ്, അചഞ്ചലമാണ് എന്നറിയാം. പിന്നെ ഇങ്ങനെ ഓരോരുത്തരും മീഡിയ അറ്റൻഷൻ കിട്ടാനും ഈ മുസ്ലിങ്ങളുടെ ഒരു അപ്പീസ്മെൻറ്റ്, ഒരു സഹാനുഭൂതിയോ സിമ്പതിയോ ഒക്കെ കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ഓരോ അഭ്യാസങ്ങൾ ജീവിച്ചു പോട്ടെ അല്ലേ? അതെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ ചാനൽ കണ്ടുപോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണേ.